ഓട്ടോ ഡ്രൈവർ ഷൗക്കത്തിന്റെ ആത്മഹത്യയിൽ മോട്ടോർ വാഹന വകുപ്പിനെ വെള്ളപൂശി ഗതാഗത കമ്മീഷണർ. ഷൗക്കത്തിന്റെ ഓട്ടോയ്ക്ക് ഫിറ്റ്നസ് നിഷേധിച്ചത് രൂപമാറ്റം ഒഴിവാക്കുന്നതിനാണെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കമ്മീഷണർ സർക്കാരിന് സമർപ്പിച്ചത്. അതേസമയം ആത്മഹത്യയിൽ ഗതാഗത വകുപ്പ് സെക്രട്ടറിയും അന്വേഷണം നടത്തും. മലപ്പുറത്ത് ഓട്ടോ ഡ്രൈവർ ഷൗക്കത്ത് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംസ്ഥാന സർക്കാരിന് ഗതാഗത കമ്മീഷണർ പ്രാഥമിക റിപ്പോർട്ട് കൈമാറി. ഷൗക്കത്തിന്റെ ഓട്ടോറിക്ഷയിൽ രൂപമാറ്റം വരുത്തിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ. അതൊഴിവാക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ഷൗക്കത്ത് മാറ്റാൻ തയ്യാറായിരുന്നില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വാഹനത്തിന് ഫിറ്റ്നസ് നൽകാതിരുന്നത് അതിനാലാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2021 ജൂണിലാണ് പുതിയ ഓട്ടോറിക്ഷ വാങ്ങിയത്. ആദ്യത്തെ 2 വർഷം പരിശോധന ആവശ്യമില്ലായിരുന്നു. 2023 ആദ്യ പരിശോധന നടത്തി 2025 വരെ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തിരുന്നു. രണ്ടാമത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനായി 2025 നവംബർ 11 കൊണ്ടോട്ടിയിലെ AMVIക്ക് മുൻപാകെ വാഹനം ഹാജരാക്കുകയും ചെയ്തത്. എന്നാൽ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം പരിശോധനയ്ക്ക് ഹാജരായെങ്കിലും വാഹനത്തിന് ഫിറ്റ്നസ് നൽകാൻ തയ്യാറായിരുന്നില്ലെന്നാണ് ആരോപണം. പരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴുണ്ടായ ദൃശ്യങ്ങളും ഷൗക്കത്ത് നേരത്തെ പങ്കുവച്ചിരുന്നു. കൈക്കൂലി നൽകാത്തതിനെ തുടർന്ന് ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാതെ അധികൃതർ പീഡിപ്പിച്ചുവെന്നടക്കം വിശദമായ കുറിപ്പ് പങ്കുവച്ചതിനു ശേഷമാണ് ഷൗക്കത്ത് ജീവനൊടുക്കിയത്. അതേസമയം സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗതാഗത വകുപ്പ് സെക്രട്ടറിയെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. ജനം, തിരുവനന്തപുരം.